വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കപ്പ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് സാധനം എല്ലാം ശുഭ്ര അടിപൊളിയായിട്ട് പറഞ്ഞുതരും. പാല് വേണം, തേങ്ങ, മിൽക്ക് മേഡ്, ചൈന ഗ്രാസ്, പിന്നെ ഇതിന്റെ മെയിനായിട്ടുള്ള സാധനം കപ്പ നമുക്ക് പിന്നെ നമുക്ക് വനില എസൻസ് വേണം. ഡാൻസ് ഒക്കെയാണ് പറഞ്ഞു. ഇങ്ങനെ ഒരുത്തിയെടുക്കാൻ കൈ ആവേശം കാരണം കൈ ഇതിന്റെ ഓളിങ്ങനെ വെച്ചിട്ട് നഫു നമ്മളെല്ലാ പണിയും പഠിപ്പിക്കും. കപ്പ വരുന്നതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് വറുത്ത് ഉറക്കനെ പറയും സുബൂറ കേൾക്കുക. തേങ്ങ വറുത്തെടുക്കാം. ഓരോ വരുതി കഴിയുമ്പോഴത്തേക്ക് നല്ലവണ്ണം ചോന്ന കളറായി വരണം. എന്താണ് ആത്മാർത്ഥത? എന്തു വേദിയും ആത്മാർത്ഥത വളരെ നിർബന്ധമാണ്. എനിക്ക് തീരില്ലാത്ത സാധനം അത്രയൊക്കെ മതി. മറ്റേ ചെറിയ അത് നോക്ക് അതൊക്കെ ഞാൻ തന്നെ ചരണ്ടി എടുക്കാൻ പല ആൾക്കാരും വരും. നോക്കണ്ട, എല്ലാം ഞാൻ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാല് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ പറയും. എൻ്റെ അമ്മേ ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കാം. ഈ അരിപ്പം ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പീഞ്ഞെടുക്കാം. കൈ ഭയങ്കര ഇഷ്ടമാണ്. കൈ കൊണ്ട് പഠിക്കുന്ന പരിപാടി അമ്മ ചെയ്യുള്ളൂ. നന്നായിട്ട് നല്ല പീഞ്ഞിന്റെ വെള്ളം പോക്കുക. അത്രേ ഉള്ളൂ. കിട്ടും നന്നായിട്ട് വെള്ളം പോക്കുക. നന്നായിട്ട് വെള്ളം അല്ലേ? ലിറ്റർ പാലിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ ഫുഡിങ് അതുകൊണ്ടൊക്കെ എടുത്തത് തന്നെ ചെറിയ പകുതി പീഞ്ഞില് വെള്ളം പോക്കുക. നമുക്ക് ഇത് വേണ്ടി ആവശ്യം നമ്മൾ മസാല എല്ലാവരും നമ്മൾ പാലെടുത്തിട്ട് ഇങ്ങനെ ഒരു ലിറ്റർ പാല് ചേർത്തിട്ട് സ്പൂൺ പിടിക്കാൻ പഞ്ചസാര ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടാം. 5 സ്പൂൺ 2 സ്പൂൺ മതി. നല്ലോണം ഇളക്കി കൊടുക്കണം. ഞാൻ ഇളക്കണമെന്നില്ല. വേണമെങ്കിൽ ഗ്ലാസ്സിലെ പാല് കുടിക്കുകയൊക്കെ ചെയ്യാം. അത് നമുക്ക് കുഴപ്പമില്ല.
നമ്മളെ ചോറ് ഇട്ടിട്ടുണ്ട് തേങ്ങ. വരുന്ന ചേനയില്ല ഉഷാറൊന്നുമില്ല. എവിടോ മറന്നുവെച്ച് പോകുന്നതാണ് ആക്കെ കൊണ്ടുവരണം കേട്ടോ ഇനി വരുമ്പോ. അങ്ങനെ ഉഷാറൊക്കെ കൊണ്ടുവന്നിട്ട് ഉഷാറിനെ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചോണ്ട് ഉറുമ്പ് ഇടക്കൊക്കെ പോയി പെണ്ണിന്റെ കാഴ്ച കുടുംബ ഉറുമ്പിന് കണ്ണിന് കാഴ്ചയില്ല അത് വേറെ കാഴ്ച മനസ്സിലായോ? ആരണിക്ക് ആഴ്ചയൊക്കെ ഉണ്ട് ഇല്ലേ? ഒരു ഉണ്ണിനെ പിടിച്ചാണ് കത്തില്ല ഓട് നോക്കാം. എൻ്റെ അമ്മേ. മനസ്സിലാവുന്ന രീതി പറയണേ. വെള്ളത്തിലിട്ട് ഉരുക്കി വരണം. ചുരുക്കിയല്ല ഉരുക്കി വരണം. മലയാളം അല്ല ഒന്നും അറിയില്ല. പാവക്കുട്ടിയാണ് ഇന്നലെ ജനിച്ചാണ്. മലയാളം പഠിച്ചു പിടിച്ചിരുന്നു. ഒരു ക്ലാസ് പേടിക്കണ്ട എല്ലാം ചെയ്യും. ഈ പ്ലാസ്റ്റിക് ഇനിയിപ്പോൾ അലിഞ്ഞ് വരുന്ന പ്ലാസ്റ്റിക് അല്ല, ചൈന ഗ്ലാസ്. ചൈന ഗ്രാസ്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഓ ബുദ്ധിയുള്ള ഒരാളെങ്കിൽ ഉള്ള ഭാഗ്യം. നമുക്കല്ലേ അറിയാം എൻ്റെ ബുദ്ധി. അപ്പോൾ നമ്മൾ ഈ പതച്ച് വന്ന പാലിൽ നമ്മൾ എന്താക്കണം, ഈ ചോപ്പ് ചെയ്ത കപ്പ നമ്മൾ അതിലേക്ക് ഇടണം. പിന്നെ അടുത്ത് നമ്മൾ മിൽക്ക് മേഡ് ഇടണം. പിന്നെ ചൈന ഗ്രാസ് അല്ലേ, വനില എസൻസ് നമ്മൾ ഇടണം. ഫുൾ ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആവും, കുറച്ച് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആവും. അപ്പോൾ എല്ലാവരും കുറേ ഒഴിക്കുക. മിൽക്ക് മേഡ് നമ്മൾ ഒഴിക്കുന്നുണ്ട്. മിൽക്ക് മേഡ് ഇല്ലാണ്ട് കളിയില്ല. ഞാൻ കഴിക്കോളാം. ഇവനൊക്കെ ഷുഗറാണ്, മധുരമൊന്നും പറ്റൂല. എന്നാലും മധുരമില്ലാതെ ജീവിക്കാൻ വരുള്ളൂ. നമുക്കിനെ ഭയങ്കര വയസ്സാണ്ട് തീരെ നായില്ല അല്ലേ അമ്മ? പഠിക്കും മാത്രം നായും. ഇനി എന്താ ഇതിന്റെ പേര്? വനില കുട്ടിയാണ്. അവിടെ നിന്ന് ഇടക്കിടക്കൊക്കെ വരും. നമ്മളിങ്ങനെ വെറുതെ ചൊട്ടി അങ്ങോട്ട് വിടും. നമ്മൾ അടിച്ചു പുറത്താക്കിയത്. അപ്പുറത്തെ കുട്ടികളൊക്കെ അപ്പുറത്തോട്ട് അല്ല അപ്പുറത്തെ കുട്ടികളൊക്കെ പോയിക്കോളൂ. ഇതിന്റെ മുന്നേ നമ്മൾ കണ്ടില്ലല്ലോ അല്ലേ? എപ്പോഴാണ് ഇന്നലെ ഒന്നും ഇവിടെ ഇല്ലേ? ഇന്നലെ ഒന്നും കണ്ടില്ല. നമുക്ക് നിങ്ങളൊന്നും ഇവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ. ഇതെന്തായാലും അപ്പുറത്തെ കുട്ടിക്ക് എത്ര സ്വാതന്ത്ര്യമൊക്കെ ഇറങ്ങി പോയിക്കോ. വിട്ടോ എന്തില്ല, ഇത് നമ്മള് വീട്ടിലൊക്കെ താമസിക്കാനുള്ള വീടാ. അപ്പുറത്തെ കുട്ടികൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഇങ്ങനെ തലക്കെന്തോ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയൊക്കെ പോയി, അപ്പുറത്തെ വീട്ടിൽ പോയി. നീ നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കാണിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ ചൈന ഗ്രാസ് ചൈന ഗ്രാസ് ഇല്ല വെച്ച് കൊടുക്കാം. ചൈന ഗ്രാസോ ഗ്ലാസോ എന്തായാലും നമുക്ക് പറ്റില്ല. വനില എസൻസ് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഫുള്ള് മതിയാ. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ പതച്ച് വരണല്ലേ? പതച്ച് വരുന്നവരെ നമുക്ക് കാത്തിക്കാൻ കഴിയില്ല. നമ്മൾ വീഡിയോ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് ഇത് പതച്ച് സെറ്റായിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ എന്താക്കണം, ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാത്രത്തിലും കൂടി ഒഴിക്കണം. വേണ്ട തേങ്ങയാ? ഒന്നും വേണ്ട, അത് വേണ്ട, രസം ഉണ്ടാവില്ല. നമ്മൾ വറുത്ത് കഴിഞ്ഞ തേങ്ങ നമ്മൾ എന്താക്കണം, ഇതിങ്ങനെ കലർന്നു പോവും. ഇത് നല്ലോണം സെറ്റ് ആവണം കുറച്ച്, എന്നിട്ട് വേണം ഇടാൻ. ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ കിട്ടും. ഇത് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. എന്താ വെച്ചാൽ അതിലെല്ലാം കലങ്ങി. ബാക്കി ഇതിലും കൂടി കഴിക്കാം. സെറ്റ്
ഇതിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തണി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് നമുക്കിനിപ്പോൾ എന്തായാലും ഇങ്ങനെ കിട്ടുമല്ലോ, നമുക്കിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. തണി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മളത് ഇങ്ങനെ ഫുഡിങ് റെഡി ആയിണ്. കപ്പ പുഡിങ് ഇവിടെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡിങ് ആയത്. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നോക്കാം. എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാം. അപ്പോൾ നാളെ കാണുന്നവരെ ഇൻഷാ അല്ലാഹ്.